ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഇന്ന് മൈസൂർ ദസറ കാണാൻ പോവാണ് കേട്ടോ ഗായ്സ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 5:30 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 7:30-ക്ക് മുന്നേ നമുക്ക് കാടിനപ്പുറത്തേക്ക് കിടക്കണം. 7:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കടത്തി വിടില്ല കേട്ടോ ചെറിയ വണ്ടികളൊന്നും. അങ്ങനെ ഞങ്ങൾ 7:30-ക്ക് മുന്നേ കാട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. കാട്ടിലേക്ക് കയറിയപ്പോൾ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ഈ കാട്ടിലില്ലാത്ത മൃഗങ്ങളൊന്നുമില്ല ഗൈസ്. ആന, കടുവ, കരടി, സകല മൃഗങ്ങളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. കാട്ടിലേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ പേടിച്ച് വരണ്ടാണ് ഇവിടെ ചിലർ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നേ. എനിക്ക് നല്ല പേടിയായിരുന്നു ഗൈസ്. പിന്നെ 2 വീലർ അങ്ങോട്ട് അധികം പോകുന്നത് കണ്ടില്ല, കുറവായിരുന്നു. വലിയ വലിയ വണ്ടികളാണ് കേട്ടോ കൂടുതൽ പോയിക്കൊണ്ടൊക്കെ നിന്നത്. ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു. അങ്ങനെ കുര ഇരുട്ടിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാടിൻ്റെ കുറേ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. എങ്ങനെയെങ്കിലും ഈ പണ്ടാരം കാടൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒടുക്കത്തെ തണുപ്പായിരുന്നു ഗൈസ്. തണുത്തിട്ടുണ്ടല്ലോ, പല്ലും തമ്മിൽ കൂട്ടിയിടിച്ച് കൈയൊക്കെ കോച്ചി പിടിച്ച അവസ്ഥയായിരുന്നു. ഒടുക്കത്തെ തണുപ്പായിരുന്നു ഗൈസ്. ഈ പണ്ടാരം കാട് കഴിഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി കുറച്ച് ചൂടുള്ള വെള്ളം തൊണ്ടയിൽ കൂടെ ഇറക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഞങ്ങൾ കാട് കഴിഞ്ഞപാടെ ഗുണ്ടിൽപേട്ട ടൗൺ എത്തുന്നതിന് മുമ്പുള്ള ചെറിയൊരു കട കണ്ടപ്പോൾ അവിടെ നിർത്തി. ചായ കുടിക്കാൻ വേണ്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കാല് ചെറുതായി മടങ്ങി ഗൈസ്. ഈ തണുപ്പിനിടയിൽ കാല് മടങ്ങിയപ്പോൾ ഉണ്ടായ വേദന ഒടുക്കത്തെ വേദനയായിരുന്നു കേട്ടോ. പിന്നെ ചായ കുടിച്ചപ്പോൾ ഒരു സുഖം കിട്ടി. തൊണ്ട വരെ തണുത്തിരിക്കുന്ന അവസ്ഥയായിരുന്നു ഗൈസ്. ഇത്രയും തണുപ്പ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവളുടെ ഡ്രസ്സ് നോക്കൂ, ഫുൾ ഓട്ടയാണ്. തണുപ്പൊക്കെ നല്ലോണം അടിച്ച് കയറുന്നുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായയും കേക്കുമാണ് കഴിച്ചത്. ചായ കുടിച്ചപ്പോൾ തന്നെ ഞങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആയിട്ടോ. കാരണം തണുത്ത് കൈയൊക്കെ മരവിച്ച് വണ്ടിയൊന്നും ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്രയ്ക്ക് തണുപ്പായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഈ കാണുന്ന കടയിൽ നിന്നാണ് കേട്ടോ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഗുണ്ടിൽപേട്ട ടൗണിലെത്തിയപ്പോൾ ഒരുമാതിരി വൃത്തികെട്ട മണമായിരുന്നു ഗൈസ്. ഒരുമാതിരി സ്മെല്ലായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ടോൾ ഗേറ്റൊക്കെ കടന്ന് മുന്നോട്ട് പോകുമ്പോൾ കടകളുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. എൻ്റെ കൈയൊക്കെ കോച്ചി പിടിച്ച് ആകെ മരവിച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് പോയി നമ്മൾ മൈസൂർ എത്തിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങളെത്തിയപ്പോൾ ഏകദേശം 10 മണി ആയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് മൈസൂർ എയർപോർട്ടാണ് കേട്ടോ. ടൗണിലേക്ക് അങ്ങോട്ട് കയറിയതും ഫുള്ള് ലൈറ്റായിരുന്നു ഗൈസ്. എല്ലാം കാണാൻ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 2 വീലറിലായതുകൊണ്ട് ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ബ്ലോക്കിൽ അങ്ങനെ കുടുങ്ങി കുറേ നേരം നിന്നില്ല. അങ്ങനെ മുന്നോട്ട് പോകും തോറും കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ മൈസൂർ. എവിടെ നോക്കിയാലും ലൈറ്റാട്ടോ. എങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നോക്കി കുറേ അങ്ങ് പോയി. അതിൻ്റെ ഇടയിൽ ഒരു നല്ല ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 വീലറിലായതുകൊണ്ട് തിക്കി തിരക്കി നമ്മൾ കയറി പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഒരു ഗ്രൗണ്ടിൽ നമുക്ക് വണ്ടി വെക്കാനുള്ള സ്പോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ അവിടെ സേഫായിട്ട് വെക്കുകയാണ് കേട്ടോ. ഇവിടെ വണ്ടി പോയി കഴിഞ്ഞാൽ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി മൈസൂരിലെ കാഴ്ച ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടോ ഗൈസ്.